ഒരേ സമയം നാടിൻ്റെയും പ്രവാസ ലോകത്തിൻ്റെയും കണ്ണീരായി മാറുകയായിരുന്നു വിഭജികയും മകൾ വൈഭവിയും. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വൈഭവിയുടെ മൃതദേഹം ദുബൈയിൽ സംസ്കരിച്ചു. ജൂലൈ 8-നാണ് പ്രവാസ ലോകത്ത് ഞെട്ടിച്ച ആ മരണങ്ങൾ നടന്നത്. ഗൾഫിലെ സാഹചര്യത്തിൽ വാർത്ത പുറം ലോകമറിയാൻ 2 ദിവസമെടുത്തു. ഷാർജ അൽനഹദയിൽ താമസിക്കുന്ന അമ്മയെയും കുഞ്ഞിനെയും ദുരൂഹ സാഹചര്യത്തിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ആ വാർത്ത. കൊല്ലം കൊട്ടാരക്കര സ്വദേശി വിഭജികയും 1.5 വയസ്സുകാരി വൈഭവിയും അന്നുമുതൽ പലരുടെയും ഉള്ളുലയ്ക്കുന്ന വേദനയായി മാറി. പരസ്പരം പിണങ്ങിപ്പിരിഞ്ഞ് താമസിക്കുന്ന വിഭജികയ്ക്ക് ഭർത്താവ് നിതീഷ് വിവാഹമോചന നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് വിഭജികയുടെയും കുഞ്ഞിൻ്റെയും മരണമെന്നാണ് റിപ്പോർട്ടുകൾ. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മകളെ കൊന്ന് അമ്മ ജീവനൊടുക്കിയെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. എന്നാൽ സ്ത്രീധന പീഡനം ആരോപിച്ച് വിഭജികയുടെ കുടുംബം നാട്ടിൽ രംഗത്ത് വന്നതോടെ കേസിൻ്റെ മാനം മാറി. മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നായിരുന്നു നാട്ടിലുണ്ടായിരുന്ന വിഭജികയുടെ അമ്മയുടെ ആവശ്യം. വിഭജികയുടെ പിതാവ് മണിയൻ വർഷങ്ങളായി കുവൈത്തിൽ പ്രവാസിയാണ്. വിസ പ്രശ്നങ്ങൾ കാരണം യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് മണിയൻ. മകളുടെയും കൊച്ചുമകളുടെയും മൃതദേഹങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി വിഭജികയുടെ അമ്മ ശൈലജ മരണം നടന്ന് ഒരാഴ്ച തികയുന്ന ദിവസം ഷാർജയിലെത്തി. വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവിന് സമ്മതമായിരുന്നുവെങ്കിലും മകൾ വൈഭവിയുടെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കണമെന്ന നിലപാടിലായിരുന്നു കുഞ്ഞിൻ്റെ പിതാവ് നിതീഷ്. 2 മൃതദേഹങ്ങളും നാട്ടിൽ സംസ്കരിക്കണമെന്ന ആവശ്യമായിരുന്നു വിഭജികയുടെ കുടുംബത്തിന്. എൻ്റെ കുഞ്ഞിനെയും കൊച്ചിനെയും കൊണ്ട് അവിടെ പോയി നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. അത് അവൻ കൊണ്ടുപോയാലും ശരി, എനിക്ക് വിട്ടു തന്നാലും അത് നാട്ടിൽ കൊണ്ടുവരണമെന്നുള്ള ഒരൊറ്റ അപേക്ഷയുള്ളൂ. അതിന് എനിക്ക് കോൺസെൻട്രേറ്റ് എനിക്കതിന് തക്കതായ 3 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞല്ലോ. മേജറായിട്ട് 2 സർജറി കഴിഞ്ഞാലാണ് ഇപ്പോൾ ഇത് ക്യാൻസറിൻ്റെ ഇത് കാരണം. എന്നിട്ട് വേറെ ഇതില്ല. അപ്പോൾ അമ്മ വന്നിട്ടെങ്കിലും ഇതാക്കാനുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പര് തന്നെ വന്നത്. ഈ ആവശ്യം നിലനിൽക്കുന്നതിനിടെയാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാൻ ശ്രമം നടന്നത്. മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ശ്മശാനത്തിലെത്തിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ കോൺസുലേറ്റ് ഇടപെട്ട് സംസ്കാരം മാറ്റിവെച്ചു. UAE നിയമപ്രകാരം മൃതദേഹം എവിടെ സംസ്കരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പിതാവിനാണ്. നിതീഷുമായി സമവായ ചർച്ച നടത്തിയാണ് കോൺസുലേറ്റ് അധികൃതർ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചത്. ഇതിനിടെ കാനഡയിൽ നിന്ന് വിഭജികയുടെ സഹോദരൻ വിനോദും ഷാർജയിലെത്തി. കുടുംബങ്ങൾക്കിടയിൽ കോൺസുലേറ്റ് നടത്തിയ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വൈഭവിയുടെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കാനും വിഭജികയുടേത് നാട്ടിൽ സംസ്കരിക്കാനും ധാരണയിലെത്തി. ബോഡി വിട്ട് തരണം, 2 പേരുടെയും ബോഡി വേണമെന്നുള്ള ആവശ്യം നമ്മൾ പറഞ്ഞു. അതായത് നമുക്ക് ഇങ്ങനെയുള്ളൊരു മരണമാണ്, നമുക്ക് നമ്മുടെ ആചാരപ്രകാരം നാട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്തെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ അവർ ഒട്ടും തയ്യാറായില്ല. അതായത് നിതീഷും അവർ ഒട്ടും തയ്യാറല്ല. അതിന് അവർക്ക് ഇവിടെ തന്നെ വേണമെന്നാണ് പറയുന്നത്. അപ്പം ഇനി ഇതിനെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഇത് വൈകും. ഇന്നിപ്പോൾ ബുധനാഴ്ചയായി, നാളെ വ്യാഴാഴ്ച ഇതേപോലെ തന്നെ പോകും. നമ്മൾ തർക്കവും കാര്യങ്ങളായിട്ട് പോകും. വീണ്ടും 3 ദിവസം ഇവിടെ അവധി. അപ്പം നമുക്ക് ഇനിയും ഇതിങ്ങനെ ഇപ്പം നടന്നിട്ട് 9-10 ദിവസമാകും. ഇനിയും ഇങ്ങനെ നമ്മൾ കുട്ടീനെ ഇങ്ങനെ വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവർ പറയുന്ന പോലെ നടക്കട്ടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവരുമായിട്ട് സമ്മതിച്ച്, അതായത് വിഭജികയുടെ ശരീരം നമുക്ക് തരും, കുട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്യും, നമ്മളും കൂടെ നിൽക്കുമ്പോൾ, അതായത് നമ്മളെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പിരിഞ്ഞിരിക്കുന്നത്. അനിശ്ചിതത്വത്തിനൊടുവിൽ കുഞ്ഞിൻ്റെ മൃതദേഹം മതാചാരപ്രകാരം ദുബൈ ജബലലിയിലെ ന്യൂ സോനാപൂർ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ധാരണയനുസരിച്ച് വിഭജികയുടെ കുടുംബവും ചടങ്ങുകൾക്ക് സാക്ഷിയാകാനെത്തി. മകളുടെ മൃതദേഹം കയ്യിലെടുത്ത് അലറിക്കരഞ്ഞ പിതാവ് സംസ്കാര ചടങ്ങിനെത്തിയവരുടെ കണ്ണീരായി മാറി. ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അവസാനഘട്ട ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വിഭജിക ഭർതൃപീഡനത്തിൻ്റെ ഇരയായിരുന്നു എന്ന പരാതിയിൽ നിന്ന് വിഭജികയുടെ കുടുംബം പിന്നാക്കം പോയിട്ടില്ല. വിവാഹമോചന നോട്ടീസ് ലഭിച്ചതിൻ്റെ ആഘാതത്തിൽ മകളെ കൊന്ന് വിഭജിക ജീവനൊടുക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുമ്പോഴും മകൾ അനുഭവിച്ച വേദനകൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. പക്ഷേ മരണം വരിക്കും മുമ്പ് ഇക്കാര്യം UAE-യിൽ എവിടെയും ഔദ്യോഗികമായി പരാതിപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഗൾഫിൽ നിതീഷിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. നാട്ടിൽ ഇതു സംബന്ധിച്ച പോരാട്ടം തുടരുമെന്നാണ് ഈ കുടുംബം പറയുന്നത്.